പ്രിയപ്പെട്ടവരെ, കാപ്പ കേസ് പ്രതി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ സുഗതനെ പോലീസ് ഇന്നലെ പിടികൂടിയത് അതിസാഹസികമായിട്ടാണ് എന്ന ദൃശ്യങ്ങളിൽ. വീടിന് പുറകുവശത്ത് നിന്നാണ് പോലീസ് സുഗതനെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്യാനെത്തിയ CI വിപിനെയും SI അഭിജിത്തിനെയും സുഗതൻ അസഭ്യം പറഞ്ഞു. വീഡിയോ പകർത്തിയ ഉദ്യോഗസ്ഥന് നേരെയും കുടുംബം കയർത്തു. പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. വീഡിയോ പകർത്തിയത് തങ്ങളുടെ സുരക്ഷയ്ക്കാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കുടുംബം പറഞ്ഞതുപോലെയല്ല, മറിച്ചാണ് യാഥാർത്ഥ്യമെന്ന് പറയേണ്ടി വരും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എന്റെ കടയിൽ എന്റെ വീട്ടിൽ കൊണ്ടുപോകാലോ, സ്റ്റേഷൻ കൊണ്ടുപോകാൻ എന്തൊരു ചെയ്യാലോ. അതുവഴി വന്നോളും. ബാക്കി സാറന്മാരുണ്ടല്ലോ, രക്ഷപ്പെടൂല അങ്ങേര്. ആയിക്കോട്ടെ, ഒരു ജീവൻ അപകടം പറ്റിയിട്ടും കോടതി ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ടാണ്. ആ സമയത്ത് പോലീസ് അവിടെ വീഡിയോ പകർത്തുന്ന ആ ദൃശ്യങ്ങളിൽ, ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ തിരിച്ച് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്ന ദൃശ്യങ്ങളില്ല. രാത്രിയിലാണ്. ആ സമയത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എടുക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് ഈ ചങ്ങാതി നമ്മുടെ സുഗതൻ പോലീസുകാർ അസഭ്യം പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ബീപ്പ് സൗണ്ട് ഇട്ടത്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഈ ദൃശ്യങ്ങൾ ഭാഗികമാണോ? കുടുംബം പറയുന്നതനുസരിച്ച് ഈ പിടിവലിക്കിടയിൽ സുഗതന്റെ ഭാര്യയുടെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല പൊട്ടിപ്പോയി എന്നൊക്കെയാണ് സുഗതന്റെ ഭാര്യ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സാഹചര്യവും ഉണ്ടായി. ചിക്കൻ പോക്സ് ആയിരുന്നു സുഗതന് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അരുൺ സോളമൻ? അരുൺ, ഇത് വാഴോട്ടുകോണം BJPയുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള ഈ സുഗതനെ ഇന്നലെ രാത്രി അതിസാഹസികമായിട്ടാണ് വട്ടിയൂർക്കാവ് CIയുടെ നേതൃത്വത്തിൽ പിടികൂടുന്നത്. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം വീടിന് പുറകുവശത്ത് നിന്നാണ് സുഗതനെ പിടികൂടിയെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പോലീസ് എത്തുമ്പോൾ തന്നെ ആ വീടിൻ്റെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു. കാരണം ഇത് ആരാണ്, പോലീസാണോ അല്ല വീട്ടുകാരാണോ അത് ചെയ്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അപ്പോഴും വീടിൻ്റെ മുൻവശത്ത് നമ്മൾ രാവിലെ കാണിച്ചതുപോലെ തന്നെ 3 CCTVകൾ മുൻവശത്തുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീട്ടുകാർ തന്നെ ആയിരിക്കണം ഈ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ടാവുക. 9 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയാണ്. പുറകുവശത്ത് നിന്ന് ജീപ്പിൽ കയറ്റുന്നത് വരെ ഈ ഒരു ഘട്ടത്തിലും പോലീസിനോട് ഈ കുടുംബം സഹകരിക്കുന്നില്ല. മറ്റൊന്ന് തന്നെ, ഈ വീഡിയോ പകർത്തുന്നത് എന്തിനാണെന്ന് സുഗതന്റെ ഭാര്യ പോലീസുകാരോട് ചോദിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ പോലും പോലീസ് തന്നെ മർദ്ദിച്ചുവെന്ന് ആ ഭാര്യ അശ്വതി പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഈ വീഡിയോ ദൃശ്യങ്ങളിൽ പോലീസ് വെടിയുതിർത്തതിനെ പറ്റിയിട്ട് പരാമർശമുണ്ട്. ഏറ്റവും പ്രധാനം, ഈ CI വിപിനെയും അതുപോലെ തന്നെ SI ആയിട്ടുള്ള അഭിജിത്തിനെയും ഈ ജീപ്പിൽ കയറ്റുന്ന സമയം വരെ ഈ സുഗതൻ നിരന്തരമായിട്ട് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ മലമുകളിൽ നടന്ന 2 സംഘർഷങ്ങൾ, ആ 2 സംഘർഷങ്ങളിലെയും മുഖ്യ പ്രതിയാണ്. ഏറ്റവും ഒടുവിൽ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നടന്ന കേസിലാണ്, വധശ്രമ കേസിലാണ് ഈ സുഗതൻ പ്രതിയാവുകയും അതിൽ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ മുൻകൂർ ജാമ്യം റദ്ദായതിനെ തുടർന്നാണ് ഇന്നലെ പോലീസ് ആ വീട്ടിലെത്തിയതെന്ന് ആവർത്തിച്ച് പറയുന്നു. എന്തിനാണ് പിടികൂടിയത്? ഒരു കൗൺസിലറാണ്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് സുഗതന്റെ ഭാര്യ പോലീസിനോട് പറയുമ്പോൾ പോലീസ് കൊടുക്കുന്ന മറുപടി, ഹൈക്കോടതി ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയത്, ഇത് സുഗതനെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ എന്ന് പോലീസ് പറയുന്നു. അതിന് ഏറ്റവും പ്രധാനം, ഈ അറസ്റ്റ് തടയാനായിട്ട് സുഗതന്റെ ഭാര്യ എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയാണ്. കാരണം ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ വനിതാ ഉദ്യോഗസ്ഥർ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. സുഗതനെ ജീപ്പിൽ കയറ്റുന്നതിന് മുൻപ് തന്നെ സുഗതന്റെ ഭാര്യ ജീപ്പിൽ കയറാനായിട്ട് ശ്രമിക്കുന്നു. ജീപ്പിൽ കയറുന്നു. അതിൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനല്ല വന്നത്, നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, സുഗതനെ മാത്രമാണ് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഈ അറസ്റ്റിനെ തടയുക എന്നതിനപ്പുറം സ്ത്രീയെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം പോലീസ് വളരെ കൃത്യമായിട്ടാണ് ഈ ഇരുട്ടിലും അവർ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് പോലീസ് ശ്രമിച്ചു. 2-3 ഉദ്യോഗസ്ഥർ ചേർന്ന് മൊബൈലിൽ പകർത്തിയ
ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അരുൺ. കാരണം ഇവിടെ തന്നെ ചെകിടത്തടിച്ചുവെന്ന് ഭാര്യ പറയുന്നു. അതുപോലെ തന്നെ ഭാര്യയുടെ പിതാവ് രാജേന്ദ്രൻ ഇന്ന് റിപ്പോർട്ട് ടിവിയോട് പങ്കുവച്ചത് മകളെ ചെകിടത്തടിക്കുകയും മകളുടെ കഴുത്തിൽ കടന്ന മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ 9 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ ഒരിടത്തും തന്നെ മർദ്ദിച്ചു എന്ന് ഒരു ഭാഗത്തും ഈ അശ്വതി പറഞ്ഞിട്ടില്ല. പക്ഷെ അതേസമയം പോലീസ് വെടിയുതിർത്തുവെന്നും ഈ ഒരു കാരണവുമില്ലാതെയാണ് തന്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ടു പോകുന്നതെന്നും പരാമർശങ്ങളുണ്ട്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. അത്യന്തം നാടകീയമായിട്ടാണ് സുഗതനെ കസ്റ്റഡിയിലെടുത്തത്. സുഗതന്റെ ഭാര്യ പറയുന്നത് തങ്ങളെ പോലീസ് ആക്രമിച്ചു എന്നാണ്, തന്റെ മാല കാണാനില്ല എന്നാണ്. മറിച്ച് പോലീസ് പറയുന്നത് തങ്ങളെയാണ് ഈ കുടുംബം ആക്രമിച്ചത്, അസഭ്യം പറഞ്ഞത് എന്നാണ്. ഇപ്പോൾ പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി ആ വീട്ടിൽ CCTV പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. രണ്ടുപേരും തങ്ങളെ മർദ്ദിച്ചത് തങ്ങളാണെന്ന് പറയുന്നു. അവരുടെ തെളിവുകൾ ഹാജരാക്കുന്നു. അവിടെ എന്തായാലും സുഗതനെ പിടിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പോലീസ് ആകാശത്തേക്ക് വെടിയുതിർത്തു എന്നുള്ളത് വസ്തുതയാണ്. അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ സുഗതന്റെ ഭാര്യ തന്നെ പോലീസ് ആക്രമിച്ചു എന്നൊരു പരാതി പറയുന്നില്ല. എന്തിനാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വീട്ടിൽ CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അതും കൊടുക്കാം, കുടുംബത്തിനൊരു വേർഷനായി.